ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 15 അധ്യായം 28 വാക്യം വായിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഭൂതോപദ്രവം കഠിനമായിരിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി കനാന്യ സ്ത്രീ യേശു കർത്താവിനോട് നിലവിളിക്കുന്ന വേദഭാഗമാണ് മത്തായി സുവിശേഷം 15:21 മുതൽ 28 വരെയുള്ളത്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് യേശുവിനോട് സഹായത്തിനായി അപേക്ഷിക്കുമ്പോൾ അവൾ യേശുവിനെ മെശിഹയായി തിരിച്ചറിയുകയാണ്. യേശു അവളുടെ നിലവിളിക്ക് ആദ്യം ഉത്തരമൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, അവളെ പറഞ്ഞയക്കുവാൻ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ തന്നെ അയച്ചിട്ടില്ല എന്ന് യേശു ഉത്തരം പറയുന്നു. അതായത് യഹൂദന്മാരോടുള്ള തന്റെ ദൗത്യത്തെ യേശു ഊന്നിപ്പറയുന്നു. എന്നാൽ സ്ഥിരോത്സാഹിയായ എളിമയുള്ള ആ സ്ത്രീ വീണ്ടും കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിക്കുന്നു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുള്ള യേശുവിന്റെ മറുപടിയിൽ അവൾ തെല്ലും പരിഭവപ്പെടാതെ യേശുവിൽ പൂർണ്ണമായും വിശ്വസിച്ചു. നായ്ക്കളുടെ സാമ്യം യേശു പറയുമ്പോൾ യഹൂദ ജനതയ്ക്ക് വേണ്ടിയുള്ള പൂർണ്ണമായ രോഗശാന്തി അവരുടെ മക്കൾ അർഹിക്കുന്നില്ലെന്നാണ് യേശു പറഞ്ഞത്. അതെ, കർത്താവെ, നായ്ക്കളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ പുറംജാതിയിൽപ്പെട്ടവളാണെന്നുള്ള തൻ്റെ സ്ഥാനം വളരെ എളിമയോടെ അവൾ അംഗീകരിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു ആശംസിക്കുമ്പോൾ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിലും എളിമയിലും യേശു ആകൃഷ്ടനായി എന്ന് നാം മനസ്സിലാക്കണം. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ വേദഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ കൃപയും കരുണയും ഒരു പ്രത്യേക വിഭാഗത്തിനു മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും അവനിൽ വിശ്വസിക്കുകയും അവനെ പിൻപറ്റുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഏവർക്കും അത് ലഭ്യമാകുന്നു എന്നാണ്. കനാന്യശ്രീ ചെയ്തതുപോലെ പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹവും കർത്താവിൽ അചഞ്ചലമായ വിശ്വാസവും ഉണ്ടാകണം. എളിമയുള്ള സ്വഭാവം കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. വിമോചകനായ മിശിഹയായ കനാന്യസ്ത്രീ യേശുവിനെ അംഗീകരിക്കുന്നത് തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാരമ്പര്യമായി യഹൂദ വിഭാഗം സ്ഥാപിച്ച അതിരുകൾക്ക് വെല്ലുവിളിയാണ് ഈ വേദഭാഗം. രക്ഷയും രോഗശാന്തിയും എല്ലാം ദൈവത്തിൽ നിന്നുള്ളത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നേവരും മനസ്സിലാക്കേണ്ടതാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.